ഒരു 6 കിലോ മീൻ കിട്ടിയിട്ടുണ്ട്, റോഹു. അപ്പോൾ ഇന്ന് നമ്മളിതിനെ പൊരിച്ച് എണ്ണയിലിട്ട് പൊരിച്ച് എടുക്കാൻ വേണ്ടി പോകണം. ആദ്യം ഇതിനെ ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൽ ചേതമ്പരക്കൊന്ന് അടുത്ത് കളയണം. ഇത് ഇങ്ങനെ ചെത്തിയെടുക്കാം, പക്ഷെ നമ്മൾ ചെത്തിയെടുക്കണ്ട. ചെത്തിയെടുത്താൽ നമുക്ക് ചില്ലിയാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് ഇങ്ങനെ അടത്തി തന്നെ കളയണം. എന്തായാലും ചേതത്തിൻ്റെ ഒരു വലിപ്പം. ഇത് ചെറുതായിട്ട് നമ്മൾ ഓട്ടയിടുള്ളൂ. ഇതിൻ്റെ അകത്തുനിന്ന് സാധനങ്ങൾ എടുക്കാനാണ്. നമ്മൾ ചെറിയൊരു ഓട്ടയിട്ട് ഇതിൻ്റെ വേസ്റ്റൊക്കെ പുറത്തെടുത്തുണ്ട്. ഇത് നല്ലോണം ഇതിനെ കഴുകിയെടുക്കണം. അതിനെ ആദ്യം നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം. എന്നിട്ട് ഉപ്പും കൂടിയിട്ട് കഴുകിയാലേ സംഗതി ഉഷാറാവുള്ളൂ. ഇനി കുറച്ച് ഉപ്പിട്ടിട്ട് കഴുകണം. കല്ലുപ്പിട്ട് നല്ലോണം ഉരച്ചെടുത്താലാണ് സംഗതി റെഡിയാവുള്ളൂ. മീൻ വൃത്തിയായി. അപ്പോൾ നമ്മുടെ മീൻ നല്ല അടിപൊളിയായിട്ട് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇതിന് ഒരു ലൈൻ ഇട്ട് കൊടുക്കണം. ലൈൻ ഒരുപാട് ആഴത്തിലിടാൻ പാടില്ല. നമ്മൾ ഫുള്ളായിട്ട് ഇത് ചെയ്യണതുകൊണ്ട് മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഇഞ്ച് 1.5 ഇഞ്ച് വിട്ടിട്ട് മുകളിലിങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കണം. ഇപ്പുറത്തതുപോലെ വരയിട്ട് കൊടുക്കണം. നമുക്കിതിൻ്റെ മസാല റെഡി ആക്കി എടുക്കാം. ഇനി നമുക്കിതിൻ്റെ മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് അരിപ്പൊടി, കുറച്ച് കോൺഫ്ലവർ, ഇച്ചിരി മുളക് പൊടി എരിവിന്. നമുക്കിതിൽ ഫിഷ് മസാല വേണമെങ്കിൽ ഇടാം, പക്ഷെ ഞാൻ മുളക് പൊടി ഇട്ടത്. ഇനി ഉപ്പ്, പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമ്മളൊരു സ്പെഷ്യൽ സാധനം ചേർത്തുണ്ട്, പുളിവെള്ളം. വാളംപുളിയുടെ കലക്കി വെച്ച വെള്ളമാണ്. നാരങ്ങയും കൂടെ പിഴിഞ്ഞു കൊടുക്കാം. ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. നമ്മൾ പുളി ഒഴിച്ചുകൊണ്ട് നല്ല പുളിപ്പതിനുണ്ടാവും. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇച്ചിരി വെള്ളം കൊണ്ട് ഒഴിച്ചൊന്ന് നല്ല കൂട് പോലെ ആക്കിയെടുക്കാം. നമ്മുടെ മസാല അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീനിലേക്ക് ഇതിനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നല്ല കുളിപ്പിക്കണം മീനിനെ. ലേനകത്തൊക്കെ തേച്ച് നമുക്ക് അടുത്ത ഭാഗത്തും കൂടി തേക്കാം. ഫുള്ളായി തേച്ച് ഒരു മണിക്കൂർ ഇതിനെ ആ മസാലയാണ് കിടത്തണം. അപ്പോൾ ശരിക്കും മസാലയൊക്കെ ഉള്ളിലിറങ്ങുള്ളൂ. അടിപൊളിയായിട്ട് നമ്മൾ മസാല തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മണിക്കൂർ ഇത് ഇരിക്കട്ടെ, അങ്ങനെ റെസ്റ്റിലിരിക്കട്ടെ. മസാലയൊക്കെ നല്ലോണം പിടിക്കും. നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം. ആദ്യം കുറച്ച് കർപ്പൂരമാണ് വെച്ചിരിക്കുന്നത്. പിടിക്കട്ടെ. നമുക്ക് ചട്ടി വെക്കാം. ഫുള്ളായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ വലിയൊരു ഇരുമ്പ് ചട്ടിയാണ് നമ്മൾ വെക്കുന്നത്.
ഇത് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 2-3 ലിറ്റർ ഓയിൽ വേണം. ഫുള്ളായി ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് ഇച്ചിരി ഓയിൽ കൂടുതൽ വേണം. നമ്മുടെ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അതൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അടിപൊളി ലേശം ഇട്ട് വേണം അത് കയറ്റാം. നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. അവിടെ ഒരു 3-4 തവണ അങ്ങോട്ട് തിരിച്ചും മറിച്ച് വിട്ടിട്ടുണ്ട്. എടുക്കാം നമുക്ക്, അല്ലെങ്കിൽ കരിഞ്ഞാൽ മതി. ഇനി നമുക്കിതിനെ ചുറ്റും കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഡെക്കറേഷൻ ചെയ്യാം. നല്ല പൂ പോലെ വെന്തിട്ട് സാധനം അടിപൊളി. അപ്പോൾ ഇത്തിരി നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് നമുക്കിന് ടേസ്റ്റ് നോക്കാൻ തുടങ്ങാം. നല്ല മണമുണ്ട്. സോ ഉള്ളൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പതുക്കെ തീ കരിച്ച് വേവിച്ചാൽ ഇങ്ങനെ ആവും സംഭവം. നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാണ്. വലിയ മീൻ ഇങ്ങനെ ഫുള്ളായിട്ട് ഇത് ചെയ്ത് എന്താവും നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്താണ്. സംഭവം ഉഷാറാണ്, അടിപൊളിയായിട്ട് മസാല നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് അല്ലേ. മീനൊക്കെ നന്നായി വന്നിട്ടുണ്ട്. $6.5 കിലോ ഉണ്ട് ഈ മീനിന്. അല്ല നമ്മളെ പുളിയൊക്കെ ചേർത്തപ്പോണ്ടല്ലോ നല്ല പുളിപ്പ്. നോക്കതാ മീൻ കംപ്ലീറ്റ് ഉള്ളു കംപ്ലീറ്റ് വന്നു. ഇതൊക്കെ ഒന്ന് ലേറ്റായി ചൂട് തട്ടിയാൽ വേഗം. അതാ എൻ്റെ എല്ലാണത് കുടഞ്ഞപ്പോൾ വീട് സാധനം. അങ്ങനെ പൊളി അടിപൊളി. നമ്മളെ പുളിയൊക്കെ ചേർത്തതിൻ്റെ ഒരു പ്രത്യേക നമ്മുടെ വാളംപുളി ചേർത്തതിൻ്റെ ഒരു പുളിപ്പ്. ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ച് തീർന്നില്ല. അപ്പോൾ അതൊക്കെ ശ്രമയോടെ സമാനത്തിലേ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വലിയ സാധനമല്ലേ, ഒരു തീറ്റ മത്സരം നടത്തിയ പോലെ ആവും ഇപ്പോൾ. ഉള്ളൊക്കെ നല്ലപോലെ വെന്തു, എല്ലാവരും വെന്തുണ്ട്. ഇതൊക്കെ സ്റ്റൈലിന് വേണ്ടി അങ്ങനെ വിട്ടാണ് എടുത്ത ഇത് സ്കിന്നൊക്കെ അടിപൊളി. അപ്പം ട്രൈ ചെയ്ത് നോക്കിയാണ് വലിയ മീൻ ഇങ്ങനെ മറ്റേ ചില്ലിയാക്കി എടുക്കാൻ പറ്റുമെന്ന്. സംഗതി വിജയിച്ചു. ഓക്കെ,
അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ തുടർന്നും ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി നമ്മൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെല്ലൈക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ബൈ.